ഹായ് നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടോപ്പിക്ക് ഏതാണ്? PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. എൻ്റെ കൂട്ടത്തിൽ ടൈം കൂടി ഇരിക്കട്ടെ. സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ മികച്ച ഒരു ടോപ്പിക്ക് തന്നെയാണിത്. ഇത് നമുക്കൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് അല്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നമുക്ക് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതായത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വിത്ത് ട്രെയിനുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പഠിക്കണം? പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ബോട്ട് ആൻഡ് സ്ട്രീം, ബോട്ടും അതുപോലെ തന്നെ ഒഴുക്ക് ജലവും നിശ്ചല ജലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ റൈസ് രണ്ട് തരത്തിലുള്ള റൈസുകളാണുള്ളത്. എന്താണ്? മത്സരങ്ങൾ. കണ്ടില്ലേ, ചെറുക്കൻ ഓടുന്ന കണ്ടില്ലേ? യെസ്, മത്സരങ്ങൾ. PSCയെ ഒരു മത്സരമാണ്, ഒരു 100 മീറ്റർ ഓട്ടം പോലെയാണ്. ഒരു സെക്കൻഡ് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മളെ മറികടക്കാനായിട്ട് പുറകെ റൈസ് ചെയ്ത് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു അണുവിട പോലും നിങ്ങൾ എന്ത് ചെയ്യല്ല, മാറി ചിന്തിക്കാതെ ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്തിലേക്ക് പോവുക. നിങ്ങൾ ആദ്യം ഒപ്പിടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പരിശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റേസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. റേസ് തന്നെ രണ്ടെണ്ണം നമ്മൾ ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് PSC ആവർത്തിച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വളരെ റയറായിട്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്നുണ്ട്. എന്താ? നമ്മുടെ ലീനിയർ റേസും സർക്കുലർ റേസും, അങ്ങനെ രണ്ട് റേസ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിവിടെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പാർട്ടിൻ്റെ ആവശ്യം എവിടെ വരെ കാണും? ഇതെപ്പോഴാണോ നമ്മൾ അവസാനിപ്പിക്കുന്നത് അന്ന് വരെ വേണം. അപ്പോൾ എന്താണ്? പരസ്പരം നമ്മൾ കണക്ട് ചെയ്താണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? അടുത്തടുത്ത പാർട്ടുകളിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നിലവിൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിശാലമായൊരു ടോപ്പിക്കാണെന്നും ഈ ടോപ്പിക്ക് നമ്മൾ കണക്ട് ചെയ്താണ് പോകുന്നതെന്നും, അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലെ കാര്യങ്ങൾ അറിയാമെങ്കിലേ രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് വീണ്ടും നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുപാട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു. യെസ്, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്ക്, സ്പീഡുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, DTS. ഞാനിതൊരു ട്രയാങ്കിളിനകത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു. എന്തുകൊണ്ടാണ് ഞാനിത് ട്രയാങ്കിളിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്ക്, എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇതുപോലെ നമുക്ക് കുറച്ച് ഷോർട്ടായിട്ട് എഴുതിയാലും മതി. ഞാനിത് കണ്ടല്ലോ, DTS. ഡിസ്റ്റൻസ് ആണ്, സ്പീഡാണ്, ടൈമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യലാണ് നമ്മൾ ആദ്യത്തെ ജോലി. അപ്പോൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ട്രയാങ്കിൾ മാത്രം മതി. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൺസെപ്റ്റ് കൂടി ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്, എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് എങ്കിൽ ഡിസ്റ്റൻസിനെ മറച്ചു പിടിച്ച് നോക്കിയേ. ഇനിയുള്ളത് എന്താ? T/S. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു T/S. ടൈമിനെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഡിസ്റ്റൻസ് കിട്ടും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ നോർമൽ കേസിൽ നമ്മൾ സ്പീഡ് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. 40 km/h വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾ. എന്താ 40 km/h എന്ന് പറഞ്ഞാൽ? യെസ്, 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരാൾ. ഓക്കെ, 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരാൾ. ഇപ്പം ഞാൻ പറയാണ് 2 hours, 2 മണിക്കൂർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? അപ്പോൾ 40 km/h വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾ 2 മണിക്കൂർ കൊണ്ട്
എത്ര ദൂരം യാത്ര ചെയ്യും എന്ന് ചോദിക്കുന്നു. നമുക്ക് ഇവിടെ ഉണ്ട് ഈ സാധനമാണ് നമ്മുടെ സ്പീഡ്, ഇതാണ് നമ്മുടെ ടൈം. നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്യും, ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടിയത് ഡിസ്റ്റൻസ് ആണ് വേണ്ടിയത്. നമ്മളിവിടെ പഠിച്ചു ഡിസ്റ്റൻസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. അതായത് 2 മണിക്കൂർ അദ്ദേഹം ട്രാവൽ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h. നോക്കൂ, ഇത് അവറിൽ പറയുന്നു, ഇതെന്തിൽ പറയുന്നു, km/h പറയുന്നു. ഇനി നമുക്ക് ചിലപ്പോൾ നമുക്ക് ടൈം എങ്ങനെ തരാം, മിനിറ്റിലും തരാം, സെക്കൻഡിലും തരാം. അത് നമുക്ക് വഴിയേ പറയാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ ബേസ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യം പറയാം. ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പോൾ നമുക്ക് അവർ എനിക്ക് 2 hour എന്നും എന്താണ് km/h എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടും അവറിലായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 80 km ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 80 km. അപ്പോൾ നോക്കിക്കേ, എന്താ 1 മണിക്കൂറിൽ 40 km ട്രാവൽ ചെയ്യും, 2 മണിക്കൂറിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, 80 km ട്രാവൽ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഡിസ്റ്റൻസ് ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചേ. നമ്മൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേ, മറന്നു പോവോ? ഇല്ല, മറക്കരുതേ. എന്താ പഠിച്ചത്? യെസ്, ഡിസ്റ്റൻസ് ആണ് നമ്മൾക്ക് ഇവിടെ കാണേണ്ടത്. ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്തു, ടൈം ഇൻറ്റു സ്പീഡ് ചെയ്തു. ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, സെറ്റായല്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തുമായിരിക്കാം നോക്കാം. നമുക്ക് ടൈം ഒന്ന് കണ്ടുപിടിച്ചാലോ? ടൈം ഒന്ന് കാണാം. ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാൻ ഞാൻ ടൈമിനെ മറച്ചു പിടിച്ചേ. ടൈമിനെ മറച്ചു പിടിച്ചപ്പോൾ ഇനി എന്താ ഉള്ളത്, d/s. ഓക്കെ, സെറ്റ് d/s. ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടൈം കിട്ടും. നോക്കുക, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാൻ പോകുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ഇവിടെ പറയാം. ഇപ്പം നോക്കുക, വേറൊരു ടൈമും വേറൊരു ഇതും വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പം ഞാൻ 200 കിലോമീറ്റർ ഞാൻ 200 കിലോമീറ്റർ ഒരു 5 hour കൊണ്ട് ട്രാവൽ ചെയ്തു. അതായത് 200 കിലോമീറ്റർ ഞാൻ 5 hour കൊണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ഞാൻ 5 മണിക്കൂർ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്തു എന്ന് പറയുന്നു. നമുക്ക് എന്താണ് വേണ്ടത്, ടൈം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 200 കിലോമീറ്റർ നമ്മൾ 40 km/h സ്പീഡിൽ യാത്ര ചെയ്തു. അപ്പോൾ 200 കിലോമീറ്റർ ആണ്, ഇത് 40 km/h ആണ്. അപ്പോൾ നമുക്ക് എന്ത് തന്നു, ഡിസ്റ്റൻസും നമുക്ക് തന്നു, സ്പീഡും നമുക്ക് തന്നു. നോക്കിക്കേ, ഇത് കിലോമീറ്റർ. ഓക്കെ, ഒരേപോലത്തെ വാല്യൂസിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടിയത്, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0 ക്യാൻസൽ. നമുക്ക് എന്ത് കിട്ടി, 5 hour 5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, 200 കിലോമീറ്റർ ഏത് വേഗത്തില്, 40 km/h വേഗത്തിൽ യാത്ര ചെയ്ത് സഞ്ചരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഏത് വേഗത്തിൽ, 40 km/h വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. എന്തൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു, നമ്മൾ ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. ഇനി നോക്കിക്കേ, ഒരെണ്ണം കൂടി വെക്കാം. എന്താ, നമുക്ക് സ്പീഡ് കൂടി കണ്ടുപിടിക്കണം അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്പീഡിനെ മറച്ചു പിടിച്ചാൽ മതി. സ്പീഡിനെ മറച്ചു പിടിച്ചപ്പോൾ നമുക്ക് എന്ത് വന്നു, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിനെ എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ടൈം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുമ്പോൾ ദൂരത്തിനെ സമയം കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വേഗത കിട്ടും. ഇത് ദൂരമാണ്, ഇത് സ്പീഡ്, വേഗതയാണ്. ഇത് സമയമാണ്, സമയം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് പോകാം. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് എന്താ സ്പീഡാണ് വേണ്ടത്. ഞാനൊരു 500 കിലോമീറ്റർ ഞാൻ 25 km/h വേഗത്തിൽ യാത്ര ചെയ്തു. 500 കിലോമീറ്റർ 25 km/h വേഗത്തിൽ യാത്ര ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കാം അല്ലേ. സ്പീഡ് കണ്ടുപിടിക്കാം.
500 കിലോമീറ്റർ ഞാൻ 20 അവർ കൊണ്ട് ട്രാവൽ ചെയ്തു. 500 കിലോമീറ്റർ ഞാൻ എത്രയാണ്? 20 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. 500 കിലോമീറ്റർ ഞാൻ 20 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയത് എൻ്റെ സ്പീഡ് എന്തുവാടാ എന്നാണ് ക്വസ്റ്റ്യൻ. സ്പീഡ് കണ്ടുപിടിക്കാൻ ഇത് ഡിസ്റ്റൻസ്, ഇത് ടൈം. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 500 ഡിവൈഡഡ് ബൈ 20 നമ്മൾ ചെയ്തു. 0 ക്യാൻസൽ ആയി പോയി. നമുക്ക് 25 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ, നമ്മൾ എന്താ ഈ പറഞ്ഞ പോയിന്റ്? നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, ഒരൊറ്റ പോയിന്റിലാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 3 ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്. 3 ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചേ? 3 ഇക്വേഷൻസ് നമ്മൾ ഇതുപോലൊരു ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ഇവിടെ ഒരു ഇൻഡു ഇട്ടായിരുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ഡി ടി എസ് പണ്ട് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞു, DTS സിസ്റ്റം എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലേ, DTS. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡിസ്റ്റൻസും ടൈമും സ്പീഡും ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ടൈം ഇൻറ്റു സ്പീഡ് നമ്മൾ ചെയ്യുന്നു. ഇനി എനിക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുന്നു. എനിക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുന്നു. ഇങ്ങനെയാണ് 3 ഇക്വേഷൻസ്. ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അവനെ നമ്മൾ മറച്ചു പിടിക്കുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. ഇനി എന്താ നമ്മൾ നെക്സ്റ്റ് പരിപാടി? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്പീഡും ടൈമൊക്കെ യൂണിറ്റ് ഏകദേശം സെയിം ആയി കിടന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് പോകാനായിട്ട് പറ്റൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇനിയിപ്പോൾ അങ്ങനെ ചേഞ്ച് വന്നാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ഇനി പറയാൻ പോകുന്നതേ, നമുക്ക് ഈ കിലോമീറ്റർ പെർ അവറിനെ ചിലപ്പോൾ നമുക്ക് സ്പീഡ് എന്തിൽ പറയും? നമ്മൾ കിലോമീറ്റർ പെർ അവർ പറയും. ചിലപ്പോൾ സ്പീഡ് എന്തിലോട്ട് മാറ്റേണ്ടി വരും? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ചിലപ്പോൾ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ട് മാറ്റേണ്ടി വരും? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിനെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, നമുക്കിത് അവസാനം വരെ വേണം കേട്ടോ. ഇതും അവസാനം വരെ വേണം. ഓക്കെ, ഇതാണ് ബേസ്. ഇതിൽ നിന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരായി? അത് മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? അത് മീറ്റർ പെർ സെക്കൻഡ്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഇപ്പം എൻ്റെ കയ്യിൽ 72 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. അതായത് 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ ട്രാവൽ ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്കിതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 72നെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതും ക്യാൻസൽ ചെയ്തപ്പോൾ 4 എന്ന് വന്നു. നമുക്ക് എന്തെന്ന് കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താ? 72 കിലോമീറ്റർ പെർ അവറും ഈ കാണുന്ന 20 മീറ്റർ പെർ സെക്കൻഡും ഒന്നാണ്. അതായത് 1 മണിക്കൂറിൽ 72 കിലോമീറ്റർ ട്രാവൽ ചെയ്യും എന്ന് പറയുന്നതും 1 സെക്കൻഡിൽ 20 മീറ്റർ ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുന്നതും ഒന്നാണ്. രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി? മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നോക്കാം, മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റെസിപ്രോക്കൽ ആകുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ ഇൻറ്റു 18/5 നമ്മൾ ചെയ്താൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു.
ഇപ്പം നമുക്ക് നോക്കിയേ, ഈ 20 മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. 20 മീറ്റർ പെർ സെക്കൻഡോട് എനിക്ക് എന്തിലോട്ട് മാറ്റണം? കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ 20 നമ്മൾ എന്ത് ചെയ്യും? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 ആക്കി 18 നമുക്ക് എന്ത് കിട്ടും? 4 72 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഇക്വേഷൻസ് പഠിച്ചത് എങ്ങനെയാണ്? ഇക്വേഷൻസ് പഠിച്ചത് നമ്മൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ നോക്കിയാലും മതി അല്ലേ, സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് d/t എന്ന് പറഞ്ഞു. ഇനി ടൈം കണ്ടുപിടിക്കാനാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇത് നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ, എപ്പോഴും വേണം. അഥവാ സംശയം വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഒന്ന് വരച്ച് നോക്കി കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്തത്, ഇനി നമുക്ക് എന്താ പറഞ്ഞത്? നമ്മൾ എന്താണ് സ്പീഡുമായി റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സ്പീഡുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു. എങ്ങനെയാ സെക്കൻഡ്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്തു. നമ്മൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, വളരെ ഈസി ആയിട്ട് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി, അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ആദ്യത്തെ റിലേഷൻ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്. എന്ത് റിലേഷനാണ് നമ്മൾ പഠിക്കാൻ പോണേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു ചെറിയ റിലേഷൻ പഠിക്കാനായിട്ടാണ് പോകുന്നത്. റിലേഷൻ ഇവിടെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ റിലേഷൻ പറയാൻ പോകുന്നു. ഓക്കെ, ഇവിടെ നോക്കി. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീടാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, എ എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീടാണ്. ഓക്കെ, ഇതെൻ്റെ വീട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതെൻ്റെ വീട്. ഓക്കെ, എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓഫീസിലേക്ക് പോകാൻ പോവാണ്. അതായത് ബി എന്ന് പറയുന്ന എൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട് പോകും. അപ്പോൾ ബി എന്ന് പറയുന്ന നമ്മുടെ ഓഫീസ് ബിൽഡിംഗ്. ഓക്കെ, നമ്മുടെ ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ സഹകാരി റൈസ് പ്ലസിലേക്ക് വരികയാണ്. ഓക്കെ, ഇത് നമ്മുടെ സഹകാരി റൈസ് പ്ലസ്. ഓക്കെ, സഹകാരി റൈസ് പ്ലസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ എൻ്റെ ഈ വീടും സഹകാരി റൈസ് പ്ലസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയാം, ഞാനൊരു 120 കിലോമീറ്റർ എന്ന് പറയുകയാണ്. എൻ്റെ വീടും സഹകാരിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ്. ഓക്കെ, 120 കിലോമീറ്റർ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 120 ഞാൻ ഫസ്റ്റ് ഡേ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാനൊരു 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഞാൻ എവിടെ വരുന്നു? ഞാൻ സഹകാരി റൈസ് പ്ലസിൽ വരുന്നു. ഫസ്റ്റ് ഡേ. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഞാൻ ഉപയോഗിച്ച സ്പീഡ് എന്തുവാണ്? ഫസ്റ്റ് ഡേ ഞാൻ ഉപയോഗിച്ച സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ സഹകാരി റൈസ് പ്ലസിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര സമയം എടുക്കൂടാ നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട്? ഡിസ്റ്റൻസും തന്നു, സ്പീഡും നമുക്കാണ്, ടൈം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ദിവസം നമുക്ക് നോക്കുകയാണെങ്കിൽ ടൈം കണ്ടുപിടിച്ച് നോക്കാം. 120/40 ഈക്വൽ ടു ഞാൻ എത്ര? ഒരു 3 hours അല്ലേ? 3 hours കൊണ്ട് ഞാൻ 3 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എവിടെ എത്തും? ഞാൻ സഹകാരി റൈസ് പ്ലസിലെത്തും. അപ്പോൾ എന്താ സംഭവം? ഇത്രയേ ഉള്ളൂ. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ. ഫസ്റ്റ് ഡേ ഒന്നാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു? 40 കിലോമീറ്റർ പെർ അവർ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ 3 മണിക്കൂർ കൊണ്ട് ഞാൻ എവിടെ എത്തി? ഞാൻ സഹകാരി റൈസ് പ്ലസിലെത്തി. 3 മണിക്കൂർ കൊണ്ട് എത്തി. എന്നാൽ രണ്ടാമത്തെ ദിവസത്തെ കേസ് നമുക്ക് നോക്കാമേ. രണ്ടാമത്തെ ദിവസം ഞാനൊരു 60 കിലോമീറ്റർ പെർ അവർ 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നു. 60 കിലോമീറ്റർ വരെ. രണ്ടാമത്തെ ദിവസം എനിക്ക് 60 കിലോമീറ്റർ ഒക്കെ അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ 60 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. 60 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണെങ്കിൽ 120/60 എത്ര സമയം എടുക്കും? 2 hours കൊണ്ട് ഞാൻ എവിടെ എത്തും? ഞാൻ സഹകാരിയിലെത്തും. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ദിവസം ഉപയോഗിച്ച സ്പീഡിനെ ഞാൻ S1 എന്നും രണ്ടാമത്തെ ദിവസം ഉപയോഗിച്ച സ്പീഡിനെ S2 എന്നും പറയുന്നു.
ഇനി ഒന്നാമത്തെ ദിവസം ഞാൻ എടുത്ത ടൈമിനെ T1 എന്നും രണ്ടാമത്തെ ദിവസം എടുത്ത ടൈമിനെ T2 എന്നും പറയുന്നു. അപ്പോൾ നോക്കിക്കേ, സ്പീഡ് കുറച്ച് പോയപ്പോൾ കൂടുതൽ ടൈം എടുത്തു, സ്പീഡ് കൂടിപ്പോയപ്പോൾ കുറച്ച് ടൈം കൊണ്ട് നമ്മൾ എത്തി. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ? ആ ഒരു ബന്ധമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ സ്പീഡിൻ്റെ റേഷ്യോ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കാം. അംശബന്ധവും അനുപാതവും നമ്മൾ പഠിച്ചതാണ്. സ്പീഡിൻ്റെ റേഷ്യോ ഞാൻ എടുക്കുകയാണ്. സ്പീഡിൻ്റെ റേഷ്യോ നോക്കി 40:60 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇത് ഒന്നാം ദിവസത്തേതാണ്, ഇത് രണ്ടാം ദിവസത്തേതാണേ. ഓക്കെ, ഒന്നാം ദിവസവും രണ്ടാം ദിവസവും. അപ്പോൾ നോക്കി, അപ്പോൾ നമുക്ക് നോക്കാം. സ്പീഡിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് 2:3 എന്ന് എന്തിൻ്റെ റേഷ്യോ കിട്ടി? എനിക്ക് സ്പീഡിൻ്റെ റേഷ്യോ 2:3 എന്ന് കിട്ടി. ഇനി എന്തിൻ്റെ റേഷ്യോ വേണം? എനിക്ക് ടൈമിൻ്റെ റേഷ്യോ കൂടി ഞാൻ എടുക്കാനായിട്ട് പോകുന്നു. ടൈമിൻ്റെ റേഷ്യോ കൂടി എടുക്കാൻ പോകുന്നു. ഓക്കെ, ടൈമിൻ്റെ റേഷ്യോ നോക്കി. ആദ്യത്തെ ദിവസത്തെ ടൈം എത്രയാണ്? ആദ്യത്തെ ദിവസത്തെ ടൈം എന്താണ്? 3 ആണ്. രണ്ടാമത്തെ ദിവസത്തെ ടൈം എത്രയാണ്? അത് 2 ആണ്. എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? യെസ്, ഇത് ക്രോസ് ആയിട്ട് കിടക്കുന്നല്ലേ? യെസ്, അപ്പം നമുക്ക് എന്ത് പറയാം? ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആണ്, വിപരീത അനുപാതത്തിലാണ്. ആര്? സ്പീഡും ടൈമും. ഏത് സമയത്ത്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ. ദൂരം നമ്മൾ ആദ്യം ചെയ്ത ഡിസ്റ്റൻസും രണ്ടാമത് ചെയ്ത ഡിസ്റ്റൻസും, ആദ്യം ചെയ്ത ഞാൻ സഹകാരിയിലേക്ക് പോയി, രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്തു? സഹകാരിയിലേക്ക് പോയി. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, ദൂരം തുല്യമാണ്. പോയിന്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. എപ്പോഴാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ്, വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, സ്പീഡ് ഈക്വൽ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആയിട്ട് എന്താണ്? ടൈം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആണ് ടൈമിനെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തു പറഞ്ഞു? ഇനി ഞാൻ പറയട്ടെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. സ്പീഡിൻ്റെ റേഷ്യോ ഉണ്ടെങ്കിൽ എനിക്ക് ടൈമിൻ്റെ റേഷ്യോ എടുക്കാൻ പറ്റത്തില്ലേ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിലേ ഇത് അപ്ലൈ ചെയ്യാവും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ടൈമിൻ്റെ റേഷ്യോ നമുക്ക് അവിടെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 5:6. അതായത് ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിൻ്റെ റേഷ്യോ 5:6 ആണ് എങ്കിൽ, സ്പീഡിൻ്റെ റേഷ്യോ 5:6 ആണ് എങ്കിൽ എനിക്ക് ടൈമിൻ്റെ റേഷ്യോ ഇത്രയെന്ന് കിട്ടും. എനിക്ക് 6:5 ആയിരിക്കും. 6:5 ആയിരിക്കും. ഇനിയിപ്പോൾ നോക്കിക്കേ, ടൈമിൻ്റെ റേഷ്യോ ഉണ്ടെന്ന് വിചാരിച്ചോ. ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ് എങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആണ്. ആരൊക്കെ? സ്പീഡും ടൈമും. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ഇന്ന് പറഞ്ഞ നമ്മൾ ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈമുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് എന്താണ്? സ്പീഡും ടൈമും എന്ത് കോൺസ്റ്റന്റ് ആവുമ്പോൾ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുമ്പോൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറയാമേ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് സ്പീഡും ടൈമും എന്താണെന്ന് പറഞ്ഞു? ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആണ്. എപ്പോഴും ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഉള്ള കേസ്. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നു ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഉള്ള കേസാണ് കേട്ടോ. ടൈം നമ്മൾ സെയിം ആണ്. ആദ്യം പറഞ്ഞത് ഡിസ്റ്റൻസ്, ദൂരം തുല്യമാകുമ്പോൾ കേട്ടോ. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ ഉള്ള കേസാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി നമ്മൾ ടൈം നമ്മൾ സെയിം ആകുന്ന കേസാണ് അടുത്ത ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടൈം സെയിം ആകുമ്പോൾ നോക്ക്, ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മളെ സ്പീഡിൻ്റെ റേഷ്യോ ഞാൻ പറയുകയാണേ. സ്പീഡിൻ്റെ റേഷ്യോ ഞാൻ പറയുന്നു, അവിടെ 40:60 എന്ന് പറഞ്ഞു. 40:60, അതായത് 1 മണിക്കൂറിൽ ഞാൻ ഇപ്പം നമുക്ക് ടൈം നമുക്ക് 2 hours നിർത്തുമെന്ന് വെച്ചോ. 2 മണിക്കൂറിൽ എത്ര ട്രാവൽ ചെയ്യും എന്നുള്ളത്. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എന്താണ്? 40:60 ആണ്. അപ്പോൾ 2 മണിക്കൂറിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ഒന്നാമത്തെ നോക്ക്, ടൈം നമുക്ക് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ, ഡിസ്റ്റൻസ് കൂടെ എടുത്ത് നോക്കാം. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 മണിക്കൂറിന് എത്ര?
ഒന്നാമത്തെ സ്പീഡിലാണെങ്കിൽ 80 കിലോമീറ്റർ ട്രാവൽ ചെയ്യും, രണ്ടാമത്തെ സ്പീഡാണെങ്കിൽ എന്ത് ചെയ്യും 120 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ നോക്ക്, ആദ്യത്തെ ദിവസം ഞാൻ 40 km/h സ്പീഡിലും രണ്ടാമത്തെ ദിവസം ഞാൻ 60 km/h ട്രാവൽ ചെയ്തു. പക്ഷേ ഞാൻ 2 മണിക്കൂറേ ഞാൻ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ 2 മണിക്കൂർ ട്രാവൽ ചെയ്തതിൽ എനിക്ക് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. രണ്ടാമത്തെ ദിവസം ഞാൻ 60 km/h വേഗത്തിലാണെങ്കിൽ 120 കിലോമീറ്റർ എനിക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്, ടൈം നമുക്ക് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് നമ്മൾക്ക് ആദ്യം ജസ്റ്റ് നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2:3 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ, 2:3 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വരും, 2:3 എന്ന് തന്നെ വന്നു. അപ്പം എന്താ സംഭവിച്ചേ, ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡിൻ്റെ റേഷ്യോയും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും ഈക്വൽ ആണ്. ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡിൻ്റെ റേഷ്യോയും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും എന്താണ്, ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കേസുകൾ വെച്ചുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക്, ഡിംപിൾ ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h ഓൺ a highway while Sachin is traveling at a speed of 108 km/h. What is the difference in their speeds in meter per second എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന സ്പീഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്പീഡിൻ്റെ ഡിഫറൻസ് എന്തിലാണ്, മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ നമുക്ക്, ഡിംപിളാണ് ഫസ്റ്റ് അല്ലേ. ഇപ്പോൾ നമുക്ക് ആദ്യം ഡിംപിളിൻ്റെ കാര്യം പറയാം. ഡിംപിളിൻ്റെ സ്പീഡ് എത്രയാണ്, ഡിംപിളിൻ്റെ സ്പീഡ് 90 km/h. ഓക്കെ, അടുത്തത് ആരാണ്, സച്ചിൻ ആണല്ലേ. അപ്പം നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, നമുക്ക് നേരെ സച്ചിൻ്റെ സ്പീഡ് പറയാം. സച്ചിൻ്റെ സ്പീഡ് എന്തുവാണ്, സച്ചിൻ്റെ സ്പീഡ് നമുക്ക് 108 km/h ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ എടുക്കുന്നു എന്ന് വിചാരിച്ചോ, 108ൻ്റെയും 90ൻ്റെയും ഡിഫറൻസ് ഞാൻ എടുക്കുന്നു. അതായത് ഈ രണ്ട് സ്പീഡിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ എനിക്ക് എത്രയും തരും, നെഗറ്റീവ് നോക്കണ്ട, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എനിക്ക് എത്രയും കിട്ടും, എനിക്ക് 18 എന്തിനാണ് കിടക്കുന്നത്, ഇത് km/h, ഇത് km/h. അപ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും, 18 km/h ആണ് ഇവരുടെ സ്പീഡിൻ്റെ ഡിഫറൻസ്. പക്ഷേ ആൻസർ ആയോ, ആൻസർ ആയില്ല. എന്താ ആൻസർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദെയർ സ്പീഡ് എന്തിലാ വേണ്ടത്, ഇൻ മീറ്റർ പെർ സെക്കൻഡിൽ വേണം. അപ്പം മീറ്റർ പെർ സെക്കൻഡിലാണ് വേണ്ടത്. അപ്പം നമുക്കിവിടെ നിലവിൽ തന്നിരിക്കുന്നത് എന്തിലാ, km/h കിട്ടിയത്. അപ്പം നമ്മൾ അവനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും, മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പം എന്ത് ചെയ്യും, 18 × 5/18 നമ്മൾ ചെയ്യുന്നു. 18 ക്യാൻസൽ, 5 m/s എന്ന് നമുക്ക് കിട്ടും. 5 m/s ആണ് ഇവരുടെ എന്തിൻ്റെ റേഷ്യോ, എന്തെന്ന് പറയുന്നത്, സ്പീഡിൻ്റെ ഡിഫറൻസ് എന്തിൽ പറയാൻ പറ്റുന്നത്, m/s. അല്ലാതെ നമുക്ക് ഇതിനെയും നിങ്ങൾ m/s ആക്കി ഇതിനെയും m/s ആക്കിയിട്ട് ഡിഫറൻസ് എടുക്കാൻ നിൽക്കണ്ട. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, നമ്മളെ സമയം വേസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പീഡിൻ്റെ ഡിഫറൻസ് രണ്ടും km/h ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിഫറൻസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി നമുക്ക് ആൻസർ അടിക്കാൻ കഴിഞ്ഞു. ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബുള്ളറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 90 meter in 0.2 seconds. ഫൈൻഡ് ഇറ്റ് സ്പീഡ് ഇൻ km/h. നോക്കിക്കേ, ഒരു ബുള്ളറ്റ് 90 മീറ്റർ 0.2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൻ്റെ സ്പീഡ് km/h ആണ് എത്രയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നോക്ക് നമുക്കിവിടെ തന്നിരിക്കുന്ന ടൈം എന്തുവാ, നമുക്ക് മീറ്ററിലാണ് നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നതും, അതുപോലെ തന്നെ 0.2 എന്ന് പറയുന്നത് എന്തിലാണ്, സെക്കൻഡിലുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് സ്പീഡ് എന്തിൽ വേണം, km/h വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്പോൾ നിങ്ങൾ നോക്കണം, 90 ഡിസ്റ്റൻസ് ഞാൻ എഴുതാം കേട്ടോ, ഡിസ്റ്റൻസ് 90 മീറ്റർ. ഓക്കെ, ഇനി ടൈം നോക്കിക്കേ, 0.2 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, സ്പീഡ് ഇൻ km/h. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ നോർമൽ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. നോർമൽ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മനസ്സിൽ കൊണ്ടുവന്നു, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് 90 ആണ്, 90 ബൈ ടൈം എന്ന് പറയുന്നത്
0.2 ആണ്. അപ്പോൾ ഇവിടെ ഡെസിമൽ ഉണ്ട്. ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് 9 × 10/2 എന്നാവും അല്ലേ? ഇവിടെ 2 ആയി. അപ്പം മുകളിൽ അതുപോലെ തന്നെ എഴുതി. ഈ 2ഉം ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് വന്നു. നമുക്ക് 450 m/s എന്ന് കിട്ടി. പക്ഷേ ആൻസർ അങ്ങനെയല്ല. ഫൈൻഡ് ഇറ്റ് സ്പീഡ് ഇൻ km/h. km/hൽ ഇവരുടെ സ്പീഡ് എന്താണ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ തന്ന 450 m/s നമ്മൾ m/s km/h കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 18/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 5ഉം ഇതും ക്യാൻസൽ ചെയ്ത് 90 ആയി. ഓക്കെ, 90 × 18 90 × 18 ചെയ്യണം. 90 × 18 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 × 18 ചെയ്താൽ മതി. 9 × 18 90, 6 48, 9 72, 162. 162ഉം ഒരു 0യും km/h എന്ന് എഴുതി. ഇതാണ് ഇതിൻ്റെ നോർമൽ സ്റ്റെപ്പ്. പക്ഷേ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് 30 സെക്കൻഡ്, നിങ്ങൾ 30 സെക്കൻഡ് കൊണ്ട് ചെയ്യില്ല, എന്നാലും നമുക്ക് കുറച്ച് ടൈം കുറച്ചുകൂടെ ലാഭിക്കാൻ വേണ്ടി നമ്മളിത് ഒരു സ്റ്റെപ്പിന് ചെയ്യാനാണ് പഠിക്കുന്നത്. എന്നാലേ ഉപയോഗമുള്ളടാ. നമ്മളിത് ഒരു സ്റ്റെപ്പ് കൊണ്ട് ചെയ്ത് നമ്മൾ പഠിച്ചാലേ നമുക്കിതുകൊണ്ട് യൂസ് ഉള്ളൂ. ഓക്കെ, ഇവിടെ വന്ന് നമ്മളെവിടെ വന്ന് പഠിക്കുന്നു? സഹകാരി റേസ് പ്ലസിൽ വന്ന് പഠിക്കുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണം അല്ലേ? കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാൻ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്പീഡാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0.2 ആയതുകൊണ്ട് ഇവിടെ 2 ഇട്ടിട്ട് ഇവിടെ ഒരു 10 കൊടുത്ത് ഇവിടെയും ഒരു 10 കൊടുത്തു. കാര്യം എന്തിനാണ് ചെയ്തത്? ഡെസിമൽ മാറാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അല്ലേ? ഇത് നമ്മൾ ഡെസിമൽ മാറാൻ വേണ്ടി നമ്മൾ ചെയ്ത പരിപാടിയാണ്. ഇപ്പോൾ ഡെസിമൽ മാറി ഇങ്ങനെ കിട്ടി. ഡെസിമൽ മാറാനായിട്ട് ഇങ്ങനെ ചെയ്തു. ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്തത്. അറ്റ് പ്രസൻറ്റ് ഇത് m/s കിടക്കുകയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തിലായിരിക്കും? m/s പക്ഷേ നമുക്ക് എന്തിലാണ് വേണ്ടിയത്? നമുക്ക് km/h വേണ്ടിയത്. അപ്പോൾ m/s ഇത് m/s കിടക്കുകയാണ്. ഒരുമിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. m/s km/h മാറ്റണമെങ്കിൽ നമ്മളിത് ഈ സ്റ്റെപ്പ് കൂടി ഇവിടെ ചെയ്യേണ്ടി വരും. 18/5 കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. ഇത് ഒരുമിച്ച് അങ്ങ് ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നമുക്കറിയാം. ഒരുമിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം കുറച്ച് കാര്യം നമുക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം ചെയ്യാം. ഈ 10ഉം ഈ 10ഉം കൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ഇവിടെ 10 ഇല്ല. നമ്മൾ മുകളിലും താഴെയും നമ്മൾ 10 കൊണ്ട് ചെയ്തപ്പോഴേ ഇവിടെ നമുക്ക് 10 ഇല്ല. ഇവിടെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഡെസിമൽ മാറ്റാൻ വേണ്ടി ഇവിടെയാണ് ചെയ്തത്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10ഉം ഈ 2ഉം 5ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 5ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തേ ഉള്ളൂ? നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ഉള്ളത്? ഇവിടെ ഉള്ളത് ഇനി കിട്ടുന്നത് 90 × 18 ആണുള്ളത്. 19 × 18. നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ഇവിടെ വന്നു ഒറ്റയടിക്ക് അല്ലേ? ഇങ്ങനെ ചെയ്യണം. നോക്ക്, ഇത്രയും ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. യെസ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് 162 km/h ആണ് എന്ന് സ്പീഡ് കിട്ടും. ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെല്ലാം എങ്ങനെയായിരിക്കും? ഇതുപോലെ ഒറ്റയടിക്കായിരിക്കും നമ്മളിനി പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്പീഡ് ഓഫ് എ കാർ ഈസ് 90 km/h. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ 7 seconds വിൽ ബി. അപ്പോൾ ഒരു കാറിൻ്റെ സ്പീഡ് നമുക്ക് തരുന്നു. സ്പീഡ് നമുക്ക് തന്നിരുന്നത് 90 km/h എന്ന് തന്നു. ഇനി നമുക്ക് ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത് 7 seconds. സെക്കൻഡും km/h കൂടെ എന്ത് ചെയ്യാൻ പറ്റൂല. പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൺവേർട്ട് ചെയ്തേ പറ്റൂ അല്ലേ? 7 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ്? സ്വാഭാവികമായി മീറ്റർ അല്ലേ? ഇപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ മനസ്സിൽ കൊണ്ടുവന്നു. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ് മനസ്സിൽ വന്നു. ഇനി നമുക്ക് എന്താണ് 90 എഴുതി കഴിഞ്ഞാൽ
90 അറ്റ് പ്രസൻറ്റ് എന്തിലാണ് കിടക്കണേ? km/h കിടക്കുന്നത്. പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്ന് വെച്ചാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്നത് km/h സെക്കൻഡും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്താ അറിയാം? km/h മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. അപ്പം ഞാൻ ഇൻറ്റു എന്ത് കൊടുത്തു? 5/18 കൊടുത്തപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇത് മീറ്റർ/സെക്കൻഡിലായി. ഇനി നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. തീർന്നല്ലോ, വർക്ക് തീർന്നല്ലോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് 18 എത്ര ഉണ്ട്? 18ഉം 19 കൊണ്ട് നമുക്ക് വെട്ടാം. 18ഉം 19 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് എത്രയാണ്? 18 18 5 ടൈംസ് ആയിരിക്കും അല്ലേ? 5 ടൈംസ് ആണ്. 5 എഴുതി. അപ്പോൾ നോക്കി, 5 × 5 × 7 ആണ്. 5 × 5 × 7 എന്ന് പറയുമ്പോൾ 25 175 അല്ലേ? 175 എന്ത് മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നമ്മളിത് km/h മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. നമുക്ക് 175 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. നമ്മൾ സെറ്റായില്ലേ? സെറ്റായി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എ മാൻ ട്രാവൽസ് ഫ്രം ഡൽഹി ടു ചണ്ഡീഗഡ് അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h കവറിംഗ് ഡിസ്റ്റൻസ് 300 km. ഫൈൻഡ് ദ ടൈം ടേക്കൺ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ടൈമാണ് ഇവിടെ കാണേണ്ടത്. ടൈമാണ് കാണേണ്ടത്. നമുക്ക് എന്ത് തന്നു? സ്പീഡ് നമുക്ക് തന്നു. സ്പീഡ് എത്രയാണ്? അവിടെ 50 km/h ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ 300 km ആണ്. ഇത് അവർ. ഇത് എത്രയാണ്? സ്പീഡ് തന്നിരിക്കുന്നത് km/h. ഇത് നമുക്ക് 300 km ആണ്. എന്താണ് വേണ്ടത്? ടൈം ആണ് കാണേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 0 0 ക്യാൻസലായി. 30/5 എത്രയും കിട്ടും? 6 അവർ. 6 അവർ എന്ന് ആൻസർ. കണ്ടോ? ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഫോർ ദ സെയിം ഡിസ്റ്റൻസ് സ്പീഡ് ഇൻ ഔട്ട്വേർഡ് ജേർണി ആൻഡ് റിട്ടേൺ ജേർണി ഈസ് 50 km/h ആൻഡ് 60 km/h. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടൈം ടേക്കൺ. സഞ്ചരിക്കാനെടുക്കുന്ന സമയത്തിൻ്റെ അംശബന്ധമാണ് വേണ്ടത്. എന്താ സംഭവം? ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി. അപ്പോൾ എയിൽ നിന്ന് അങ്ങോട്ട് പോയത് എത്രയിലാണ്? 50 km/h പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് എത്രയിലാണ്? 60 km/h പോയി. അപ്പോൾ അങ്ങോട്ടും പോയി തിരിച്ചു വന്നു. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ. അപ്പം നമുക്ക് എന്തിൻ്റെയാണ്? സ്പീഡിൻ്റെ റേഷ്യോ നമ്മുടെ കൈവശം ഇരിക്കുന്നു. സ്പീഡിൻ്റെ റേഷ്യോ ആദ്യത്തെ സ്പീഡ് 50, രണ്ടാമത്തെ സ്പീഡ് 60. 0 0 ക്യാൻസൽ ചെയ്തു. 5:6 എന്ന് കിട്ടി. ഇതെന്തിൻ്റെ റേഷ്യോ? സ്പീഡിൻ്റെ റേഷ്യോ. നമുക്ക് എന്തിൻ്റെ റേഷ്യോ വേണം? നമുക്ക് ടൈമിൻ്റെ റേഷ്യോ ആണ് വേണ്ടതല്ലേ? അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ വേണമെങ്കിൽ നമുക്കറിയാം. എന്ത് പഠിച്ചു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നേരെ ക്രോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം എന്തിട്ടും 6:5. ഇതാണ് ടൈമിൻ്റെ റേഷ്യോ. കണ്ടോ? നേരെ ക്രോസ് ചെയ്ത് വെച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ റേഷ്യോ എമംഗ് ദ ടൈം ടേക്കൺ ബൈ 3 cars ടു ട്രാവൽ എ സർട്ടൈൻ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. is 2:3:5 then the ratio of the speed of this car will be. അങ്ങനെയാണെങ്കിൽ ആ കാറിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ പറയാണ്, ടൈമിൻ്റെ റേഷ്യോ എന്തുവാ നമുക്ക് തന്നിരിക്കണേ? നമുക്ക് തന്നിരിക്കുന്നത് 2:3:5 എന്ന് എനിക്ക് ടൈമിൻ്റെ റേഷ്യോ തന്നു. ഇനി എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് സ്പീഡിൻ്റെ റേഷ്യോ വേണം. സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇൻവേഴ്സ് 2 പേരായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 2 പേരായിരുന്നെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് വെക്കാമായിരുന്നു. പക്ഷേ ഇവിടെ 3 പേരുണ്ട്. അപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കുള്ള സ്റ്റെപ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ആദ്യം നമുക്ക് ശരിക്കുള്ള സ്റ്റെപ്പും രണ്ടാമത് ഷോർട്ട് കട്ടും. നിങ്ങൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നിങ്ങൾ കണ്ടിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. കാര്യം എന്തുകൊണ്ടാണ്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നമ്മൾ ഇൻവേഴ്സ് റേഷ്യോ എടുക്കുന്ന മെത്തേഡ്, വിപരീത അനുപാതം എടുക്കുന്ന മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ശരിക്കുള്ള സ്റ്റെപ്പ്. ഇൻവേഴ്സ് റേഷ്യോ എന്താണ്? 1/2:1/3:1/5 ആണ് ഇൻവേഴ്സ്. ഇനി നമ്മൾ ഇവിടെ എന്താണ്? 2 3 5 ഇവർ 3 പേരാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ LCM കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 2ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും LCM. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. നമ്മൾ എന്തെടുക്കുന്നു?
LCM എടുക്കുന്നു. LCM 2-ൻ്റെയും 3-ൻ്റെയും 5-ൻ്റെയും LCM എത്രയായിരിക്കും നമുക്ക് 30 എന്ന് പറയാം അല്ലേ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് 15 പറയാൻ പറ്റത്തില്ല, 5 അല്ല, 10 അല്ല, 15 അല്ല, 20 അല്ല, 25 അല്ല, 30 എന്ന് പറയാൻ പറ്റും. തൽക്കാലം നമുക്ക് 30 ആണ് LCM അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, 30 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 30 × 1/2 ഈസ് ടു 30 × 1/3 ഈസ് ടു 30 × 1/5. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ഇവിടെ 6 എന്ന് കിട്ടും, ഇവിടെ 10 എന്ന് വരും, ഇവിടെ എത്ര എന്ന് വരും, 15 എന്ന് വരും. അപ്പോൾ ആൻസർ 15:10:6 ഇതാണ് കിട്ടുന്നത്. പക്ഷേ ഈ LCM ഒക്കെ എടുത്ത് ചെയ്യണ്ടേ, അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് മറ്റൊരു മെത്തേഡ് നമുക്ക് പറയാം. മറ്റത് എന്താണ്, ടൈമിൻ്റെ റേഷ്യോ നമുക്ക് എന്താ കിട്ടിയേക്കണേ, ടൈമിൻ്റെ റേഷ്യോ നമുക്ക് 2:3:5 എന്ന് കിട്ടി. 2:3:5 എന്ന് കിട്ടി. നമുക്ക് എന്തിൻ്റെ റേഷ്യോ വേണം, സ്പീഡിൻ്റെ റേഷ്യോ വേണം. സ്പീഡിൻ്റെ റേഷ്യോ ആദ്യം 2ൻ്റെ ഇൻവേഴ്സ് അല്ലേ വേണ്ടത്. 2ൻ്റെ ഇൻവേഴ്സ് വേണമെങ്കിൽ 2നെ മറച്ചു പിടിക്കുക, ബാക്കി 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 ഈസ് ടു. അടുത്തത് 3ൻ്റെ ഇൻവേഴ്സ് വേണം. ആരുടെ ഇൻവേഴ്സ്, ആരുടെ വിപരീതമാണോ വേണ്ടത് അവനെ മറച്ചു പിടിക്കുന്നു. അപ്പോൾ 3നെ മറച്ചു പിടിച്ചപ്പോൾ എന്ത് കിട്ടി, 2 × 5. അടുത്ത 5ൻ്റെ ഇൻവേഴ്സ് വേണമെങ്കിൽ 5ൻ്റെ ഇൻവേഴ്സ് വേണമെങ്കിൽ 2 × 3. 5നെ മറച്ചു പിടിച്ചു, ബാക്കി 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ നോക്കിക്കേ, 15:10:6 കണ്ടോ. നേരത്തെ സെയിം ആൻസർ തന്നെ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ സെയിം ടൈം, എന്ത് ടൈം കോൺസ്റ്റന്റ് ആണ്. പോയിന്റ് ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച പോയിന്റുകളെല്ലാം നോക്കുക. ഇൻ ദ സെയിം ടൈം ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ A and B അറ്റ് എ സ്പീഡ് ഓഫ് 6 km/h ആൻഡ് 8 km/h. അപ്പോൾ എന്തിൻ്റെ റേഷ്യോ, സ്പീഡിൻ്റെ റേഷ്യോ 6 എന്നും 8 എന്നും സിംപ്ലിഫൈ ചെയ്തു, 3:4 എന്ന് കിട്ടി. സ്പീഡിൻ്റെ റേഷ്യോ, ഇത് സ്പീഡിൻ്റെ റേഷ്യോ. ഓക്കെ, എന്താ വേണ്ടത്, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ A and B at a speed of 6 km/h and 8 km/h റെസ്പെക്റ്റീവ്ലി. എന്ത്, ടൈം കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഈ ടൈം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, സ്പീഡിൻ്റെ റേഷ്യോയും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും ഈക്വൽ ആണെന്ന് പഠിച്ചു, ഓർമ്മയുണ്ടല്ലേ? യെസ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കും, തിരിഞ്ഞും നോക്കണ്ട, എന്ത് തന്നെയാണ്, 3:4 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം മൂന്നും കൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ പഠിച്ചു. സ്പീഡും ഡിസ്റ്റൻസും ടൈമും കൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ പഠിച്ചതിന് ശേഷം സ്പീഡ് km/h മീറ്റർ/സെക്കൻഡിലോട്ടും മീറ്റർ/സെക്കൻഡിനെ km/h നമ്മൾ കൺവേർട്ട് ചെയ്തു. പിന്നെന്താണ്, ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞെന്താണ്, ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും സ്പീഡിൻ്റെ റേഷ്യോയും ഈക്വൽ ആണ്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബേസ് വേണോടാ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും ഓരോ ക്ലാസ്സുകളും നമ്മൾ പഠിക്കുമ്പോൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഇനി അപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഈ ബേസ് നമുക്ക് അറിഞ്ഞാൽ നമ്മൾ ഒരുവിധം സെറ്റായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു അടുത്ത പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.